തോമസ് എന്ന തെരുവ് നായയുടെ 12ാം ജന്മദിനം ആഘോഷമാക്കി കൊല്ലം ഇരവിപുരം കെട്ടിടമുക്ക് സ്വദേശികൾ. കേക്ക് മുറിച്ചും ബിരിയാണി വിളമ്പിയും നടന്ന ആഘോഷം മനുഷ്യ മൃഗസ്നേഹ ബന്ധത്തിന്റെ ആഴമറിയിക്കും. സുന്ദരനായ തോമസിന് നല്ല ഗമ. തെരുവുനായ്കളിൽ മറ്റാർക്കും സാധാരണ കിട്ടാത്ത ആദരം തനിക്ക് കിട്ടിയതിൻ്റെ പവർ അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോഴും മനുഷ്യരോടുള്ള അവൻ്റെ നന്ദി പാലരുവി പോലെ ഒഴുകി. പിറന്നാളാഘോഷം കടലമ്മയുടെ സാക്ഷ്യത്തിൽ നടക്കുമെന്ന് മുമ്പേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഫ്ലെക്സും വെച്ച് അറിയിപ്പ് നൽകിയിരുന്നു. കേക്കിൽ തോമസിൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു. കേക്ക് മുറിച്ചും ബിരിയാണി വിളമ്പിയും തെരുവിൻ്റെ കാവൽ നായ തോമസിന് അങ്ങനെ 12ാം ജന്മദിനാശംസകൾ നേർന്നു നടന്ന പിറന്നാളാഘോഷം ഇരവിപുരം കെട്ടിടമൂട് ദേശക്കാർക്കും നവ്യാനുഭവം. ഡിവിഷൻ കൗൺസിലർ സുനിൽ ജോസ് തോമസ് കേക്ക് മുറിച്ചു. തോമസിന്റെ വളർത്തച്ഛനായ ഡാൽഫിനും നിക്സനും ഒപ്പം കൂടി. ഇവിടെ എല്ലാവർക്കും ഒരു കാവൽക്കാരൻ തന്നെ. രാത്രി ഇപ്പോൾ ആര് വന്നാലും ഇപ്പൊ നമ്മളെ തന്നെ അല്ല വേറൊരാളെ തന്നെ ജോലിക്ക് പോയാൽ അവന്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചിട്ട് ഇവർ കടപ്പുറത്തുന്നത് എല്ലാവരും ആഹാരം കൊടുക്കുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെ ഈ പ്രദേശവാസികളെല്ലാം വലിയ കാര്യമാണ് തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എന്തോ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു. അത് അവന്റെ ഇവരിൽ 5 പേരുണ്ട് എനിക്ക് മൊത്തം കൂടെ 5 മക്കളെ ഈ മക്കൾ കിടക്കുന്നത്. ആണും പെണ്ണായിട്ട് 5 കിടപ്പുണ്ട്. 100ഓളം പേർക്ക് ബിരിയാണി വിളമ്പി. വഴിയാത്രക്കാർക്ക് മിഠായിയും നൽകി. കാര്യം അന്വേഷിച്ചപ്പോൾ നാട്ടുകാർക്ക് ആശ്ചര്യവും കൗതുകവും. തോമസിനെ അവർ വാത്സല്യത്തോടെ നോക്കി. വർഷങ്ങൾക്ക് മുമ്പ് 1 മാസം പ്രായമുള്ള തോമസിനെ കടപ്പുറത്ത് ആരോ ഉപേക്ഷിച്ചു. മത്സ്യത്തൊഴിലാളിയായ ഡാൽഫിൻ നായക്കുട്ടിയെ എടുത്തു വളർത്തി. തോമസ് എന്ന് പേരുമിട്ടു. തോമസിന് പിന്നാലെ 5ഓളം വരുന്ന തെരുവ് നായ്ക്കളും പിന്നീട് ഇവിടെയെത്തി. വാലാട്ടി, വരുത്തൻ, ഷിബു, മുത്തപ്പൻ, ബ്രൂണോ എന്നീ പേരുകളും ഇവർക്ക് നൽകി. അവരെല്ലാം ഈ പ്രദേശത്തെ കാവൽക്കാരാണ്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.